വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഷുറൻസ് ക്ലെയിം എന്താണെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ് നോക്കി. അതിനകത്ത് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ ലോസ് ഓഫ് സ്റ്റോക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് 3 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വാല്യൂ, സ്റ്റോക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതിൽ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ക്ലെയിം ഫോർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് മനസ്സിലാക്കി. ദെൻ അഡ്മിസിബിൾ ക്ലെയിം ആണ് തേർഡ് സ്റ്റെപ്പ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഇത് വരുന്ന ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ വരുന്ന, അതായത് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടും അതേപോലെ തന്നെ നെറ്റ് ക്ലെയിം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എങ്കിലേ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ തന്നെ ഈ 2 സ്റ്റെപ്പ് വരുന്ന പ്രോബ്ലം തന്നെയാണ് ചെയ്യുന്നത്. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് മനസ്സിലാക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കാണാം. On 31st August 2017, the premises and stock of a firm were totally destroyed by fire. The books of accounts, however, were saved. In order to make a claim on their fire policy, they asked you to advise on the basis of following information. The stock in hand has always been valued at 5% below cost. The stock salvage rupees 10,000. നമുക്ക് 2014ലെയും 15ലെയും 16ലെയും 17ലെയും ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 22,800, 30,400, 36,100, 39,900. പർച്ചേസസ് ലെസ് റിട്ടേൺ തന്നിരിക്കുന്നത് 2014ലെ 91,000, then 1,10,000, 1,20,000, 41,000. then സെയിൽസ് ലെസ് റിട്ടേൺ തന്നിട്ടുണ്ട് 1,40,000, 1,70,000, 1,86,000, 75,000. വേജസ് തന്നിട്ടുണ്ട് 28,400, 31,200, 34,200, 12,000. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 30,400, 36,100, 39,900. The company closes its books of accounts every year on 31st March. Prepare a statement for submission to the insurance company in support of your claim for loss of stock. നമുക്ക് ഈ പ്രോബ്ലത്തില് 2017 ഒരു ലോസ് വന്നു, ഫയർ വന്നിട്ട് ഒരു ലോസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവര് നമുക്ക് 2014 മുതൽ 17 വരെയുള്ള ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ടില്ല. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന വേറെ ഒരു അഡീഷണൽ കാര്യമാണ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് 5% ബിലോ കോസ്റ്റ്. സ്റ്റോക്ക് വാല്യൂ ചെയ്തിരിക്കുന്നത് 5% ബിലോ കോസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? സ്റ്റോക്ക് ഇസ് ഷോൺ ഇൻ ദ അക്കൗണ്ട്സ് അറ്റ് 95%. സ്റ്റോക്ക് അക്കൗണ്ട്സിൽ എടുത്തപ്പോൾ 95% എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആക്ച്വൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ആക്ച്വൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യും? ആക്ച്വൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ഇയറിന്റെയും ആക്ച്വൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും നമുക്ക് ആക്ച്വൽ സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. 2014 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 22,800. ഓക്കെ, എങ്ങനെ ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യും? ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് into 100 ഡിവൈഡഡ് ബൈ 95 ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആക്ച്വൽ ലോസ് കിട്ടും. ഇത് കിട്ടുന്നത് എമൗണ്ട് 24,000 ആണ്. ഇനി 2014 ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് 30,400 ആണ്. അതിനും ഇതേപോലെ തന്നെ ആക്ച്വൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 100 ഡിവൈഡഡ് ബൈ 95 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 32,000 കിട്ടും. ഇനി 2014 ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ് 2015 എന്തായിട്ട് വരിക? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് 2015 ഓപ്പണിംഗ് സ്റ്റോക്ക് 30,400 അല്ലെ? 30,400 into 100 ഡിവൈഡഡ് ബൈ 95 സെയിം തന്നെയാണ് വരിക, 32,000. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 2015 ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 36,100. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആക്ച്വൽ സ്റ്റോക്ക് 100 into 95 ചെയ്യാം. 100 into 95 ചെയ്യുമ്പോൾ 38,000 വരും. ദെൻ ഇതേ സെയിം തന്നെ ആയിരിക്കും, അതായത് 2015 ക്ലോസിംഗ് തന്നെ ആയിരിക്കും 2016 എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് 36,100 എന്ന് വരും. ദാറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 95 ചെയ്യാം.
അപ്പൊ നമുക്ക് 38,000 എന്നുള്ള സെയിം ആൻസർ വരും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. 2016 ക്ലോസിംഗ് സ്റ്റോക്ക് 39,900 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 39,900 into 100 divided by 95 ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 42,000 ആണ്. ഓക്കെ, ഇത് നമ്മൾ എന്തിനാ കാൽക്കുലേറ്റ് ചെയ്തത്? ഇപ്പോ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിരിക്കുന്നത് 5% ബിലോ കോസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട്സിൽ അത് 95% ആയിരിക്കും എടുത്തിരിക്കുക. അപ്പൊ നമുക്ക് ആക്ച്വൽ സ്റ്റോക്ക് എത്രയാണെന്ന് അറിയണം. അതിനാണ് നമ്മൾ ഇത് ചെയ്തത്. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടില്ല. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് 2014 മുതൽ 17 വരെയാണ്. അപ്പൊ നമുക്ക് ഈ 2014, 15, 16 ഈ 3 ഇയേഴ്സിലെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടിട്ട് അതിന്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ 3 ഇയറിന്റെയും ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫോർമാറ്റ് അറിയാലോ. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March. ഏതൊക്കെ ഇയറിലെയാണ്? 14, 15, 16. 3 കോളംസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വേണം. 2 സൈഡിലും എഴുതാനുള്ള ഐറ്റംസ് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എല്ലാം. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ 95% കോസ്റ്റിലാണ് തന്നിരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ആക്ച്വൽ സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്ക് വേണം ഇവിടെ എടുക്കാനായിട്ട്. ഓപ്പണിംഗിലും ക്ലോസിംഗിലും ആ സ്റ്റോക്ക് വേണം എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എഴുതാം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 2014 എത്രയാ തന്നിരിക്കുന്നത്? 24,000 തന്നിരിക്കുന്നതല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ആക്ച്വൽ സ്റ്റോക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ 2015 32,000. ദെൻ 2016 എത്രയാണ്? 38,000. ഇനി നമുക്ക് പർച്ചേസസ് തന്നിട്ടുണ്ട്. പർച്ചേസസ് ആണ് അടുത്ത ഐറ്റം. പർച്ചേസസ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ് പർച്ചേസസ്? 91,000. അതേപോലെ തന്നെ 1,10,000. നെക്സ്റ്റ് 1,20,000. ദെൻ നമുക്ക് അടുത്ത് വേറൊരു ഐറ്റം തന്നിട്ടുണ്ട്. വേജസ് തന്നിട്ടുണ്ട്. അതും ഡെബിറ്റ് സൈഡിൽ എഴുതാനുള്ള ഐറ്റാണ്. വേജസ് എഴുതാൻ നമുക്ക്. വേജസ് 28,400. അതേപോലെ തന്നെ 31,200. ദെൻ 34,200. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. സെയിൽസ് എഴുതാം. സെയിൽസ് എഴുതിയതിനു ശേഷം നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. സെയിൽസ് എത്രയാണ്? 2014 തന്നിരിക്കുന്ന സെയിൽസ് 1,40,000. ദെൻ 1,70,000. ദെൻ 1,86,000. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 32,000, 38,000, 42,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ കൂടുതൽ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ അല്ലെ? ഇത് ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. 2014 ടോട്ടൽ പറഞ്ഞത് എത്രയാണ്? 1,72,000 ആണ്. 2015 ടോട്ടൽ പറഞ്ഞത് 2,08,000 ആണ്. അതേപോലെ 2016 പറഞ്ഞത് 2,28,000 ആണ്. ഇനി നമുക്ക് ഇത് ഓരോന്ന് മൈനസ് ചെയ്യാം. 1,72,000 2014 1,72,000 2014 ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വേജസും ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അത് 28,600 എന്ന് വരും. അതേപോലെ തന്നെ 2015 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 34,800. നെക്സ്റ്റ് നമുക്ക് 35,800 എന്ന് വരും. ടോട്ടൽ ഈക്വൽ ആയിട്ട് എഴുതാം. 1,72,000, 2,08,000, അതേപോലെ തന്നെ 2,28,000 ക്ലോസ് ചെയ്യാം. ഇനി ഇതെന്തിനാ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ 3 കൊല്ലത്തെയും നമുക്ക് ഇൻഫോർമേഷൻ തന്നതുകൊണ്ട് നമ്മൾ ഈ 3 കൊല്ലവും ടോട്ടൽ ചെയ്യും. 3 കൊല്ലത്തിന്റെയും ഗ്രോസ് പ്രോഫിറ്റ് ടോട്ടൽ ചെയ്യും. എന്നിട്ട് സെയിൽസ് എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്.
നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ് അല്ലെ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പൊ എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് എടുക്കുക? ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ഈ 3 ഗ്രോസ് പ്രോഫിറ്റും ആഡ് ചെയ്തെടുക്കുക. ഡിവൈഡഡ് ബൈ സെയിൽസ് തന്നിട്ട് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? റേഷ്യോ കാണാനുള്ള ഫോർമുല ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് എടുക്കേണ്ടത്? ഇവിടെ ഈ 3 ഗ്രോസ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുക. 3 ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുക. അതായത് 28,600 പ്ലസ് 34,800 പ്ലസ് 35,800. സെയിൽസ് എങ്ങനെ എടുക്കും? 3 കൊല്ലത്തെയും സെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 1,40,000 പ്ലസ് 1,70,000 പ്ലസ് 1,86,000. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 99,200 എന്നാണ്. സെയിൽസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് 4,96,000 എന്നാണ്. അപ്പൊ നമുക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 20% എന്നുള്ള ആൻസർ വരും. ഇതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? വാല്യൂ ഓഫ് സ്റ്റോക്ക് ഡിറ്റർമൈൻ ചെയ്യാവുന്നതാണ്. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി നമുക്ക് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാനുള്ള ഫോമാറ്റ് അറിയാം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വേണം. ട്രേഡിംഗ് അക്കൗണ്ടിനെ പോലെ തന്നെ പർട്ടിക്കുലർസ് കോളും എമൗണ്ട് കോളും 2 സൈഡിൽ വേണം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഐറ്റം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാൻ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? നമ്മള് 2016 ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും 2017 ഓപ്പണിംഗ് സ്റ്റോക്ക്. ദാറ്റ് ഇസ് 42,000 എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ആ ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആക്ച്വൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മൾ വർക്കിംഗ് നോട്ടില്. അപ്പൊ നമുക്ക് ആ കൊല്ലത്തെ ലാസ്റ്റ് ഇയർ 2016 ക്ലോസിംഗ് ആണ് 2017 ഓപ്പണിംഗ് ആയിട്ട് വരിക. ദാറ്റ് ഇസ് 42,000. ദെൻ പർച്ചേസസും തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 41,000. നമുക്ക് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദെൻ അടുത്തത് വേജസും തന്നിട്ടുണ്ട് 12,000. അടുത്തത് നമുക്കുള്ളത് സെയിൽസ്. അടുത്ത ഐറ്റം സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ്? 75,000. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസിംഗ് ഫിഗർ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. എന്തുമല്ലാണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സെയിൽസിന്. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് കാണേണ്ടത് സെയിൽസിലാണ്. സെയിൽസ് എത്രയാണ്? 72,000. 72,000ന്റെ 20%. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 20%. 20% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് ഇസ് 15,000 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇത് ബാലൻസ് കഴിഞ്ഞ് നമുക്ക് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 1,10,000 എന്ന് വരും. ഈ 1,10,000 നിന്ന് സെയിൽസ് ലെസ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. അതായത് ബാലൻസിംഗ് ഫിഗർ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ബാലൻസിംഗ് ഫിഗർ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. 1,10,000 നിന്ന് 75,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35,000 കിട്ടും. ഈ 35,000 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വാല്യൂ സ്റ്റോക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണ ആദ്യത്തെ സ്റ്റെപ്പ്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെറ്റ് ക്ലെയിം എന്നാണ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്ലെയിം ഫോർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഫോമാറ്റ് അറിയാം. പർട്ടിക്കുലേഴ്സും ഒരു എമൗണ്ട് കോളാണ് വേണ്ടത്. നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ എടുക്കുക അല്ലെ. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഈ നെറ്റ് ക്ലെയിം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ബുക്ക് വാല്യൂ എത്രയാണെന്ന് എഴുതാം. ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഏത് ഡേറ്റിലാണ്? ലാസ്റ്റ് അല്ലെ. ലാസ്റ്റ് ഡേറ്റില് 31 ഓഗസ്റ്റ് 2017 എത്രയാണ് എമൗണ്ട് വരിക? ഈ സെയിം എമൗണ്ട്, ദാറ്റ് ഇസ് 35,000. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് സാൽവേജ് വാല്യൂ ലെസ് ചെയ്യണം. സാൽവേജ് വാല്യൂ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ട് അത് ലെസ് ചെയ്യാം. സ്റ്റോക്ക് സാൽവേജ്ഡ്
എത്രയാണ്? 10,000 ആണ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് കേട്ടോ. 10,000 ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് 25,000 വരും. ഈ സംഭവമാണ്, ഈ 25,000 ആണ് എന്ത് സാധനം? ആക്ച്വൽ ലോസ്. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. Sandeep has a wholesale shop of garments. On 30th 9, 2017, a fire occurred at his warehouse and greater portion of his stock was destroyed. Value of stock salvaged was agreed at 5,940. Insurance policy for the stock destroyed was rupees 4,50,000. The summarized trading account for the year ended 31st December 2016 is as follows. Sales 15 lakh, closing stock 3,93,750, opening stock less opening stock 3,09,375, purchases 13,59,375, then gross profit 2,25,000. Transaction for the period from 1st January 2017 to 30th September 2017 were as under. Sales 75,000, payment to creditors 80,010, creditors opening 1,13,000, creditors closing 1,15,490. You are required to submit claim for insurance for loss of stock. ഈ പ്രോബ്ലത്തിലും 2017 ഫയർ വന്നിരിക്കുന്നത്. ഫയർ ഒക്കെ ചെയ്തിരിക്കുന്നത് 2017 അവർ 2016 ട്രേഡിംഗ് അക്കൗണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് 2017 മെമ്മോറാൻഡം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഐറ്റം ഇവിടെ തന്നിട്ടില്ല, പർച്ചേസസ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പർച്ചേസസ് എത്രയാണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. 2016 ഇൻഫോർമേഷൻ തന്നതുകൊണ്ട്, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തന്നതുകൊണ്ട് അത് നമുക്ക് ജസ്റ്റ് ആ ഫോർമുല അതിനകത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ സ്പെഷ്യലായിട്ട് കണ്ടുപിടിക്കേണ്ടത് പർച്ചേസസ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് പർച്ചേസസ് എന്താണെന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് പർച്ചേസസും ക്ലോസിംഗ് പർച്ചേസസും തന്നിട്ടുണ്ട്. അത് കൂടാണ്ട് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഇയേഴ്സിൽ ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്, ക്ലോസിംഗ് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് വരുമ്പോൾ അത് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ ആദ്യം പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാം. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സിൽ എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്? പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സിലെ എമൗണ്ട് 80,100. സോറി 80,010. 80,010 എന്നുള്ളതാണ് ബാങ്കിൽ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗിലെ ക്രെഡിറ്റേഴ്സ് എത്രയാണ്? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് അത് നമുക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കാം. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്രോബ്ലത്തിൽ തന്നതനുസരിച്ച് 1,13,000 ആണ്. ഇനി ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കാം, CD എന്ന് പറഞ്ഞ് കാണിക്കാം. എത്രയാണ്? 1,15,490. ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്, ആ ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ പർച്ചേസസ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യാം. ഈ സൈഡാണ് കൂടുതലുള്ളത് അല്ലെ. ടോട്ടൽ ചെയ്യുമ്പോൾ 1,95,500 എന്ന് വരും. ഇതെന്ത് സാധനമാണ് നമുക്ക് ആൻസർ കിട്ടുന്ന ഇതാണ് പർച്ചേസസ്. ഇത് ബാലൻസിങ് ഫിഗർ ആണ് കേട്ടോ. അപ്പൊ 1,95,500 നിന്ന് 1,13,000 ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 82,500 ആണ് നമ്മുടെ പർച്ചേസസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലെ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ,
അതിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് പ്രോബ്ലത്തിലുണ്ട്. 2016 ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് 2016 നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യനകത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് അതനുസരിച്ച് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത് 2,25,000 ആണ്. അതേപോലെ തന്നെ നമുക്ക് സെയിൽസ് അതിൽ നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കാം. സെയിൽസ് ഉള്ളത് 15 lakh ആണ്. ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ നമുക്ക് 15% എന്ന് വരും. ഇതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വാല്യൂ ഓഫ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. ഇത് 2017 നമ്മൾ പ്രിപ്പയർ ചെയ്യണത് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ 2016 ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും, 2017 എന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് 2016 ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കാണിക്കാം. അത് എത്രയാണ് എമൗണ്ട്? അതിന്റെ എമൗണ്ട് 3,93,750 ആണ്. ഓക്കെ, 3,93,750. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് എന്താണ്? അടുത്തായിട്ട് എന്താണ്? പർച്ചേസസ് നമ്മൾ തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? പർച്ചേസസ് കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ് നമുക്ക് അവിടെ ആൻസർ വന്നത്? നമുക്ക് വന്നത് 82,500. അതാണ് പർച്ചേസസ്. നമുക്ക് ഇനി എന്തായിട്ടുണ്ട്? ഇനി നമുക്ക് സെയിൽസ് ആണുള്ളത് അല്ലെ. സെയിൽസ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 75,000 ആണ് സെയിൽസ് എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 2017 ഇൻഫോർമേഷൻ തന്നപ്പോൾ അതിനകത്ത് തന്നിട്ടുണ്ട്. അല്ലാണ്ട് 2016 സെയിൽസ് അല്ല എടുക്കേണ്ടത്, 2017 സെയിൽസ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഇസ് 75,000. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാം അല്ലെ. ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 15% അല്ലെ. അപ്പോ എങ്ങനെയാണ് സെയിൽസിന്റെ 75,000ന്റെ 15%? 75,000ന്റെ 15% എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരും? 11,250. ടോട്ടൽ ചെയ്യാം. ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരും? 4,87,500 എന്ന് വരും. അതിൽ നിന്ന് 75,000 ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് 4,12,500 എന്ന് വരും. ഈ ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെയാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് നെറ്റ് ക്ലെയിം ആണ് അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ നമ്മൾ സാൽവേജ് വാല്യൂ ലെസ് ചെയ്യും. അപ്പൊ നമുക്ക് സ്പീഡിൽ ചെയ്താലോ? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 4,12,500. അതിൽ നിന്ന് സാൽവേജ് വാല്യൂ ലെസ് ചെയ്യുക അല്ലെ. ഇത് ബുക്ക് വാല്യൂ ആണ്. ലെസ് സാൽവേജ് വാല്യൂ എത്രയാണ്? സാൽവേജ് വാല്യൂ എത്രയാണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. സാൽവേജ് വാല്യൂ 5,940 ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 4,06,560. ഇതാണ് എന്ത്? ആക്ച്വൽ ലോസ്. ഓക്കെ, ഇത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പോലെ എഴുതുക. പർട്ടിക്കുലേഴ്സ് കോളം വേണം, എമൗണ്ട് കോളം വേണം. അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ പർട്ടിക്കുലേഴ്സ് കോളത്തിലെ ബുക്ക് വാല്യൂ എന്ന് എഴുതുക. ബുക്ക് വാല്യൂ എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 4,12,500. അതിൽ നിന്ന് സാൽവേജ് വാല്യൂ ലെസ് ചെയ്ത് കാണിക്കുക. ഇതാണ് ആക്ച്വൽ ലോസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ എന്നാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ്, ലോസ് ഓഫ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ 2 സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അഡ്മിസിബിൾ ക്ലെയിം എങ്ങനെയാണ്, ഇഫ് ആവറേജ് ക്ലോസ് ഈസ് ആപ്ലിക്കബിൾ, ആ സിറ്റുവേഷൻ 3rd സ്റ്റേജ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ക്ലാസ് കണ്ട് മനസ്സിലായവര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ ഓപ്ഷൻ കൂടി ഇടുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. Thank you for watching my video.